എഴുന്നേറ്റപ്പോഴുള്ള സിംറ്റംസ് ഒക്കെ കണ്ടപ്പോൾ ഓർത്തു ഇന്ന് മഴ കുറവായിരിക്കുന്നു. കാരണം രാവിലെ എഴുന്നേറ്റ സമയത്ത് അത്യാവശ്യം തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിന്ന് പുറത്ത് പോകാനുള്ളതൊക്കെ അതൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ പുറത്ത് പോയപ്പോഴുള്ള അവസ്ഥയാണിത് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ഞാനൊരു കടും ചായ കുടിക്കുന്നത് ഇപ്പോൾ പതിവാക്കിയിട്ടുണ്ട്. ഷുഗറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഷുഗർ നല്ല രീതിയിൽ കുറവുണ്ട്. പിന്നെ പാല് ഇതുവരെ ഇത്രയും നാളായിട്ട് ഞാൻ കുടിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ചെറുതായിട്ട് ചായ ആയിട്ടെങ്കിലും. അപ്പോൾ എനിക്ക് പുറത്തൊക്കെ പോകണം. അപ്പോൾ എഴുന്നേറ്റ് കുറേ കഴിഞ്ഞപ്പോഴത്തേനുള്ള ഒരു ഫേസാണ് കേട്ടോ ഇത്. നല്ല ക്ഷീണമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ. പിന്നെ കാലിലൊക്കെ അത്യാവശ്യം നീരൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു. കണ്ടോ, അത്യാവശ്യം ഒന്ന് തെളിഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോഴത്തേനും ഇങ്ങനെ മുടിക്കെട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കടലക്കറിയും ദോശയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കുറേ നാളായി കടലക്കറിയൊക്കെ ഒന്ന് വെച്ചിട്ട്, തേങ്ങ വറുത്ത് വെച്ചിട്ട് വെക്കുമല്ലോ, അങ്ങനെ. അപ്പോൾ അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ദോശ ഗോതമ്പിൻ്റെ ദോശയാണ് കേട്ടോ. അപ്പോൾ അതിവിടെ എല്ലാവർക്കും കുഴപ്പമില്ല, ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നേരമായിട്ട് ഈ കുക്കർ വിസിലടിക്കുമെന്ന് വിചാരിച്ചിട്ട് ആയില്ല. 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞു കുക്കറാണ് കേട്ടോ ഇത്. ഒരു ലിറ്റർ എന്തോയെ അതിൽ കൊള്ളുള്ളൂ. അപ്പോൾ ഞാൻ മക്കൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ വറുത്ത് പെട്ടെന്ന് തന്നെ ഞാൻ കടലക്കറി വെച്ചു. അതിൽ ഞാൻ കിഴങ്ങിടും കേട്ടോ, കാരണം ഒരു കൊഴുപ്പൊക്കെ കിട്ടാനൊക്കെ നല്ലതാണ്. പക്ഷേ ആ കിഴങ്ങ് ഞാൻ മാറ്റി വയ്ക്കും, ഞാനിപ്പോൾ കഴിക്കത്തില്ല, കാരണം എനിക്ക് ഗ്യാസ് കയറും കേട്ടോ. അപ്പോൾ ഇത് വെച്ചു. പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു, മക്കളെ ഞാൻ കഴിപ്പിച്ചു. അതിനുശേഷം പുറത്ത് പോകാനൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ഭയങ്കര മഴയാണ് കേട്ടോ, ഭയങ്കര മഴ. ഞാനിപ്പോഴും ആലോചിക്കുന്നത് ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കും എന്നാണ് ന്യൂസിലൊക്കെ വന്നിട്ടുള്ളത്. എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ കൊടുത്തേക്കെന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. കാരണം എന്തോരം മഴയല്ലേ, നമുക്ക് വലിയവർക്ക് പോലും പുറത്ത് പോകാനോ ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ എങ്ങനെ വിടും? നല്ല മഴ തുടങ്ങി. അപ്പോഴത്തേക്കും രാവിലെ ആ ഒരു വെയിൽ പറ്റിച്ചതാണ് കേട്ടോ. നല്ല മഴയായിരുന്നു, നല്ല മഴ. കോട്ടയത്തൊക്കെ റെഡ് അലേർട്ടായി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ്റുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും സ്കൂൾ തുറക്കുന്നതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് മുന്നേ പോലെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സ്കൂൾ കറക്റ്റ് ജൂൺ 2 തന്നെ തുറക്കും, അതിലൊരു മാറ്റം ഇല്ലെന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ദോശയും കടലക്കറിയും. ഇതെനിക്കും ആർക്കും കൂടെയുള്ള ദോശയാണ്. പിന്നെ ഞാൻ ചായ ട്രൈ ചെയ്ത് തുടങ്ങണം എന്നുള്ള എനിക്ക് താല്പര്യമില്ല. പക്ഷേ എന്തായാലും ഇച്ചിരി പാലിൻ്റെ വെള്ളം ഉള്ളിൽ ചിരട്ടെ എന്ന് വിചാരിച്ച് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഹെവി മഴയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ബാങ്കിലൊക്കെ പോകണമായിരുന്നു, കുറേ നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു.